തൊഴിലുറപ്പ്, ആശാ വർക്കേഴ്സ്, അങ്കണവാടികൾ, പിന്നെ അതുപോലെ പാചക തൊഴിലാളികൾ, പിന്നെ ഹരിതകർമ്മ സേനയുടെ ഉള്ള ആളുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പിന്നെ കരാർ ഉദ്യോഗസ്ഥർ, മറ്റ് പല സ്ഥാപനങ്ങളിലുമുള്ള കരാർ കോൺട്രാക്റ്റിൽ ജോലി ചെയ്യുന്നവർ, അവർക്കെല്ലാവർക്കും ESI EPF ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് ശക്തമായ ഒരു ശുപാർശ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് കാലമായി കിടക്കുന്ന ശുപാർശയാണ്. പക്ഷേ ഇതുവരെ നിർദ്ദേശം കുറേ കാലമായി ഉണ്ടെങ്കിലും അതൊരു ശുപാർശയുടെ രൂപത്തിൽ വന്നില്ലായിരുന്നു. ഇപ്പോൾ കരാർ തൊഴിലാളികൾക്കും സ്കീം തൊഴിലാളികൾക്കുമെല്ലാം ESI EPF ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന് തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുകയാണ്. അത് നല്ലൊരു ശുപാർശയാണ്. എംപ്ലോയീസ് പെൻഷൻ സ്കീമിൽ കുറഞ്ഞ പെൻഷൻ തുക EPF-ൽ ഉയർത്തണമെന്നും ബസവരാജ ബൊമ്മെ അധ്യക്ഷനായ ലോകസഭയിൽ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരിക്കുകയാണ്. നാഷണൽ ഫ്ലോർ ലെവൽ മിനിമം വേജസ് തുക ഉയർത്തുകയും വേണം. 1995 EPS പ്രകാരമുള്ള കുറഞ്ഞ പെൻഷൻ നിലവിൽ 1000 രൂപയാണ്. പണപ്പെരുപ്പ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കണക്കിലെടുത്ത് ഇതിൽ കാലോചിത മാറ്റം വരുത്തണമെന്നാണ് മറ്റൊരു നിർദ്ദേശം. ശരിക്കും പറഞ്ഞാൽ EPF-നെ സംബന്ധിച്ച് നമ്മൾ വീഡിയോസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ESIയെ സംബന്ധിച്ച് ESI ആനുകൂല്യങ്ങൾ കരാർ തൊഴിലാളികൾക്ക് കൂടി കൊടുക്കണം എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതെല്ലാം സർക്കാരിനെ സേവിക്കുകയാണ്. ഇപ്പോൾ തൊഴിലുറപ്പുകാരെ എടുത്തു നോക്കൂ, അവർ എത്ര വർഷമായി നിൽക്കുന്നവരുണ്ട്. തൊഴിലുറപ്പ് തുടങ്ങിയ സമയം മുതൽ കരാർ അടിസ്ഥാനത്തിൽ ഇപ്പോഴും തുടരുന്നവരുണ്ട്. അവരുടെയൊക്കെ ജീവിതം തീർന്നു. ഇനിയിപ്പോൾ അവരെ ഈ തൊഴിലുറപ്പ് പദ്ധതി നാളെ നിന്ന് പോയാൽ അവരെവിടെയാണ് പോവുക? അപ്പോൾ അതുപോലെ തന്നെ ആശാ വർക്കേഴ്സ്, പിന്നെ അംഗനവാടിക്കാർക്ക് പിന്നെ അംഗനവാടിയുടെ സ്ഥിരം സംവിധാനമായതുകൊണ്ട് അവർക്ക് 62 വയസ്സ് 65 വയസ്സ് വരെയൊക്കെ പോകാം. 62 തോന്നുന്നു, അവർക്ക് 60 കഴിഞ്ഞും പോകാം. അതോ 65 അവരുടെ ഒരു പ്രായം, കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ എന്തായാലും അവർക്ക് പോകാം. പക്ഷേ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. ഇപ്പോൾ ഗവൺമെൻറ് മാറുകയാണെങ്കിൽ, UDF വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് കരാർ തൊഴിലാളികൾ, അംഗനവാടിക്കാരെ അത് മാറ്റത്തില്ല, കാരണം ഇതൊരു സ്ഥിരം നിയമനം പോലാണ്. അതേസമയം ആശാ വർക്കേഴ്സിന് മാറ്റം വരാം, തൊഴിലുറപ്പുകാർക്ക് മാറ്റം വരാം, ഒരുപാട് വ്യത്യാസം വരാം. പക്ഷേ അതെല്ലാം മാറ്റി ഒരു സ്കീമിൽ അവർക്ക് കുഴപ്പമുണ്ടെങ്കിൽ അവരെ പിരിച്ചു വിട്ടോളൂ. പിന്നെ പ്രൊസീജിയർ വേണമെങ്കിൽ നല്ലത് വെച്ചോളൂ. ഇപ്പോൾ പാർട്ടിക്കാർ കയറാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കയറാതിരിക്കാൻ മീൻസ് അനധികൃതമായി പാർട്ടിക്കാർ കയറാതിരിക്കാൻ വേണ്ടി നല്ല പ്രൊസീജിയറൊക്കെ വെച്ചോളൂ. പക്ഷെ തൊഴിലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ പരിരക്ഷ കൊടുക്കണം. അത് ESI ആനുകൂല്യങ്ങൾ കൊടുക്കണം, EPF അവർക്ക് കൊടുക്കണം, മറ്റ് കഴിയുന്നത്ര. കാരണം ഇതെല്ലാം ചെയ്യുന്നത് രാജ്യത്തെ സേവിക്കലാണ്. ഒരു വിഭാഗം ആളുകൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞ് വളരെ സേഫ് സോണിൽ നിൽക്കുകയും ബാക്കി പണിയെടുക്കുന്നവരെല്ലാം കൂലിപ്പണിക്കാരെ പോലെ അന്നത്തെ ജോലി ചെയ്ത് പോവുകയും ചെയ്യുന്നത് സർക്കാർ സംവിധാനത്തിൽ നമുക്കതൊരു സുഖമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല പെൻഷൻ, EPF-ൽ നല്ല പെൻഷൻ, ഒരു 10,000 രൂപയിൽ കൂടുതലെങ്കിലും പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അതുപോലെ തന്നെ ESI ആനുകൂല്യങ്ങൾ വളരെ വ്യാപകമാണ്. അപ്പോൾ അതൊക്കെ പറയുമ്പോഴാണ് കേരളത്തിൽ ആശ്രാമത്ത് മൈതാനത്ത്, അവിടെ കൊല്ലം ആശ്രാമത്തുള്ള ESI മെഡിക്കൽ കോളേജൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മെഡിക്കൽ കോളേജ് ആക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നതാണ്. ഒരു പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന, എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു കുഞ്ഞു കാര്യത്തിൻ്റെ പുറത്താണ് വീണ ജോർജിൻ്റെയും CPM-ൻ്റെയും നാലാംഗിട രാഷ്ട്രീയത്തിൻ്റെ പുറത്താണ് NK പ്രേമചന്ദ്രൻ അത് കൊടുക്കാൻ പറ്റാതെ പോയത്. അല്ലെങ്കിൽ NK പ്രേമചന്ദ്രൻ അതും കൂടി വാങ്ങി കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ESI ഹോസ്പിറ്റൽ വരുമായിരുന്നു. ഞാൻ സാന്ദർഭികമായിട്ട് ESI വന്നതുകൊണ്ട് അത് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വളരെ ഗൗരവതരമായ വലിയ ടീമിനാണ്. ഇപ്പം തൊഴിലുറപ്പിന് അത് കൊടുക്കാതെ പറഞ്ഞാൽ ഇന്ത്യയോക തൊഴിലുറപ്പുണ്ട്. അതിൻ്റെ ജീവനക്കാർ ഇന്ത്യ ആകെ ലക്ഷക്കണക്കിന് ആളുകൾ വരും. അതുപോലെ തന്നെ ആശാ വർക്കേഴ്സ് ലക്ഷക്കണക്കിന് വരും, NHM-ൻ്റെ. അതുപോലെ ഓരോ ഇപ്പോൾ പാചക തൊഴിലാളികൾ, ഹരിതകർമ്മ സേന, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. ഇപ്പോൾ ശുചീകരണ തൊഴിലാളികൾ, അവരെല്ലാം കരാർ ഉദ്യോഗസ്ഥർ. ഇപ്പോൾ കോർപ്പറേഷൻ്റെയൊക്കെ ശുചീകരണ തൊഴിലാളികളുണ്ട്. കരാറിലാണ് അവർ നിൽക്കുന്നത്. എത്രയോ വർഷമായി മറ്റൊന്നും കിട്ടാതെ അവർ വർഷങ്ങളോടെ ജോലി ചെയ്തതിന് ശേഷം അവസാനം ഒന്നുമില്ലാതെയാണ് ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് EPF കൊടുക്കണം, നല്ല തുക കൊടുക്കണം, ESI കൊടുക്കണം. എന്തായാലും പാർലമെൻറ്റിൻ്റെ ഈ ശുപാർശ കുറച്ച് സീരിയസ് ആയി വരട്ടെ. തീർച്ചയായിട്ടും അത് ഏതെങ്കിലുമൊക്കെ തലയ്ക്ക് വിവരമുള്ള, അല്ലെങ്കിൽ കനിവുള്ള, കാരുണ്യമുള്ള ആളുകൾ വരുമ്പോഴാണല്ലോ ഇതൊക്കെ കൊടുക്കുന്നത്. ബസവരാജ ബൊമ്മെ, അദ്ദേഹം എനിക്ക് തോന്നുന്നു പേര് കേട്ടപ്പോൾ ഒരു കർണാടകക്കാരനാണ് തോന്നുന്നു. എന്തായാലും ഒരു മനുഷ്യപ്പറ്റുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അവരുടെ സമിതി നല്ല റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് മനോഹരമായി നടപ്പിലാക്കട്ടെ. ഇനി അതിൻ്റെ പുറത്ത് കയറി അടയിരുന്ന് അതും 10 വർഷം 20 വർഷം കൊണ്ട് കളയാതെ ഇത്തരത്തിലുള്ള മനോഹരമായ കാര്യങ്ങൾ റിപ്പോർട്ടുകളായി വരുമ്പോൾ അത് വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ പാർലമെൻറ്റ് ശ്രമിക്കണം. നമ്മുടെ MP-മാരൊക്കെ, കേരളത്തിലെ MP-മാർ 20ഓളം MP-മാരുണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്തരം റിപ്പോർട്ടുകൾ വന്നാൽ
അത് വളരെ പെട്ടെന്ന് നടപ്പിലാക്കിയെടുക്കാൻ, ഏത് പാർട്ടി എന്നുള്ളതല്ല, അതൊക്കെ നടപ്പിലാക്കിയെടുക്കാനുള്ള നല്ല ശ്രമം നടത്തണം. പ്രത്യേകിച്ച് EPF-ലൊക്കെ ഈ ESIയിലും രണ്ടിലും NK പ്രേമേന്ദ്രൻ കുറച്ച് താല്പര്യം എടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അതിലെന്ത് കമ്മിറ്റിയിലൊക്കെ എന്തോ ഉണ്ട്. അപ്പോൾ നല്ല താല്പര്യം എടുക്കുന്ന MP ആണ്. അപ്പോൾ അത്തരമുള്ള ആളുകളെല്ലാം താല്പര്യമെടുത്ത് ഈ രണ്ട് കാര്യങ്ങളും വരട്ടെ. ESIയും EPF-ഉം തൊഴിലാളികൾക്ക്, കരാർ ജീവനക്കാർക്ക് കൂടി കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സംവിധാനം വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് കുറച്ചുകൂടി കരാറിൽ ജോലി ചെയ്യുന്നവർക്ക്, കരാർ എന്ന് പറഞ്ഞിട്ട് ചിലർ 5-10 വർഷമൊക്കെ കരാറിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ ഇറങ്ങിപ്പോകുമ്പോൾ അവർക്ക് മാന്യമായ ഒരു തുക EPF വഴിയും അല്ലെങ്കിൽ ESI ആനുകൂല്യങ്ങൾ വഴിയൊക്കെ കിട്ടിയാൽ സ്വാഭാവികമായിട്ട് അവർക്ക് സന്തോഷകരമായൊരു കാര്യമായി. പിന്നെ അവർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് തുടർന്ന് ജീവിക്കാനുള്ള ഈ സൗകര്യമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 5 വർഷമെങ്കിലും മിനിമം ജോലി ചെയ്താൽ അവർക്ക്, അല്ലെങ്കിൽ 1 വർഷം ജോലി ചെയ്താലും, കരാർ ഉദ്യോഗസ്ഥർ 1 വർഷം ജോലി ചെയ്താലും അവർക്ക് ചില സഹായങ്ങൾ കൊടുക്കണം. കാരണം അത് ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടല്ലേ അവർ ജോലി ചെയ്യുന്നത്, അവരുടെ വീട്ടിൽ ജോലിക്കല്ലല്ലോ വരുന്നത്. വീട്ടു ജോലിക്കാണല്ലോ ചെയ്തതിനുള്ള കൂലി കൊടുത്ത് അപ്പോൾ പറഞ്ഞു വിടുന്നത്. ഇതങ്ങനെയല്ലല്ലോ. നാടിന് വേണ്ടിയിട്ടാണ്, സമൂഹത്തിന് വേണ്ടിയിട്ട് അവർ അവരുടെ അധ്വാനം, കായികാധ്വാനം, മാനസികാധ്വാനം, ബൗദ്ധികാധ്വാനം ഒക്കെ തരികയാണ്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരു സമൂഹം, അത് വെറുതെ പ്രയോജനപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവർക്ക് കൂടി ഈ ആനുകൂല്യങ്ങൾ കൊടുക്കണം. എന്തായാലും ESIയും അതുപോലെ തന്നെ EPF-ഉം കൊടുക്കണം എന്നുള്ളത് മനോഹരമായൊരു ശുപാർശയാണ്. അത് കേവലം ശുപാർശയായി നിൽക്കാതെ അത് ഒരു തീരുമാനമായി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴും ഇനി ചില ആനുകൂല്യങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും കൊടുക്കേണ്ട കുറേ ആനുകൂല്യങ്ങൾ, DA പോലുള്ള കാര്യങ്ങൾ, അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ 18% DA കൊടുക്കാനുള്ള ഈ കോവിഡ് കാലത്തെ DA, അതുപോലെ 18 മാസത്തെ DA, അതുപോലെ കുറേ അധികം സംവിധാനങ്ങൾ പെൻഡിങ് കിടപ്പുണ്ട്. അതുമൊക്കെ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ മെയ് മാസത്തിലെ 4-ാം തീയതി, മെയ് 4 കഴിയുമ്പോൾ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ 5 സ്റ്റേറ്റിലും കഴിയും. അതിനുശേഷം ഇതിന് നയപരമായ തീരുമാനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് ആളുകളുടെ പല പ്രശ്നങ്ങളും ഇപ്പോഴും പരിഹരിക്കാതെ നിൽക്കുന്നുണ്ട്. അതൊക്കെ പുതിയ ഗവൺമെൻറ് അത് പരിഹരിക്കും എന്ന് തന്നെ നമുക്ക് കാര്യമായി പ്രതീക്ഷിക്കാം. ശമ്പള പരിഷ്കരണം കമ്മിറ്റി വെച്ചതല്ലാതെ 1 മില്ലിമീറ്റർ പോലും അത് മുന്നോട്ട് പോയിട്ടില്ല. അഷ്വേർഡ് പെൻഷൻ്റെ ഓർഡർ ഇറങ്ങി എന്നുള്ളതല്ലാതെ എന്താണ് അഷ്വേർഡ് പെൻഷൻ, എങ്ങനെയാണ്, എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്, എത്രയാണ് കട്ട് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ആനുകൂല്യങ്ങൾ, എന്താണ് അതിൻ്റെ ടേംസ് ആൻഡ് റെഫറൻസ് എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. DA 8 ഗഡുക്കളായി കൊടുക്കുമെന്ന് പറഞ്ഞല്ലാതെ എന്ന് കൊടുക്കും, എപ്പോൾ കൊടുത്തു തുടങ്ങുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ കൊടുക്കാനും പറ്റത്തില്ല, കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു അനിശ്ചിതത്വം കുറേ അധികം നിൽപ്പുണ്ട്. ഈ അനിശ്ചിതത്വം സർക്കാർ ജീവനക്കാരിലും പെൻഷൻകാരിലും നിൽക്കുകയാണെങ്കിൽ, കരാർ ജീവനക്കാരിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടാത്ത ഒരു അനിശ്ചിതത്വമാണുള്ളത്. ഇതെല്ലാം ഒരു ഓഫീസിൽ കരാർ ജീവനക്കാരനെന്നോ സ്ഥിരം ജീവനക്കാരനെന്നോ ഡെയിലി വേജസ് എന്നോ ഒക്കെ കണക്കാക്കി ജോലി ചെയ്യിക്കുന്നതിന് പകരം എല്ലാവരും പൗരന്മാരാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ ബെനിഫിറ്റുകൾ ഓരോ രൂപത്തിൽ ഓരോ ഘട്ടത്തിൽ കിട്ടണം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പാർലമെൻ്ററി സമിതിയുടെ ബസവ ബൊമ്മയുടെ ഈ റിപ്പോർട്ട്, മനോഹരമായ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൃത്യമായി പാലിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.